വിവാഹമോചിതരായ സ്ത്രീകൾ മാത്രം കച്ചവടം ചെയ്യുന്ന ഒരു മാർക്കറ്റ്. ഇത് വെറും ഒരു കഥയല്ല. വടക്കുപടിഞ്ഞാറൻ ആഫ്രിക്കയിൽ ഒതുങ്ങി നിൽക്കുന്ന വിശാലമായ മരുഭൂമി രാഷ്ട്രമായ മൗറിറ്റാനിയയെ ലോകമെമ്പാടുമുള്ള ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ശരിക്കും ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. വിവാഹമോചനം ദുഃഖവും ഒറ്റപ്പെടലും കൊണ്ടുവരുന്ന മിക്ക സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മൗറിറ്റാനിയൻ സ്ത്രീകൾ സന്തോഷത്തോടെയും സംഗീതത്തോടെയും നൃത്തത്തിലൂടെയും വിവാഹമോചനം ആഘോഷിക്കും. ഈ ആകർഷകമായ സാംസ്കാരിക പ്രതിഭാസം തദ്ദേശവാസികൾ ഡിവോഴ്സ്ഡ് വുമൻസ് മാർക്കറ്റ് എന്ന് ഇതിനെ വിളിക്കുന്നതിന് കാരണമായി. ഒരു ഭൗതിക വിപണി മാത്രമല്ല ഇത്, സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും പുതിയ തുടക്കത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. വിവാഹമോചനം ലജ്ജയല്ല, മറിച്ച് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നാട്. അതാണ് മൗറിറ്റാനിയയിലെ ഡിവോഴ്സ്ഡ് വുമൻസ് മാർക്കറ്റ്. ജനസംഖ്യയുടെ 99% ഇസ്ലാം വിശ്വാസം ആഴത്തിലുള്ള മതപരമായ ഒരു ഇസ്ലാമിക രാജ്യമാണ് മൗറിറ്റാനിയ. എന്നിരുന്നാലും ഈ പരമ്പരാഗത സമൂഹത്തിൽ വിവാഹമോചിതരായ സ്ത്രീകൾ പുറത്താക്കപ്പെട്ടവരല്ല. അവർ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള വധുക്കളാണ്. ഇത് വിശ്വസിക്കാൻ അസാധ്യമായി തോന്നാം, പക്ഷെ ലോകത്തിന്റെ ഒരു അതുല്യമായ കോണിലെ യാഥാർത്ഥ്യമാണിത്. ഒരു മൗറിറ്റാനിയൻ സ്ത്രീ വിവാഹമോചിതയാകുമ്പോൾ അവളുടെ കുടുംബവും സുഹൃത്തുക്കളും അവളോടൊപ്പം വിലപിക്കാറില്ല. പകരം പരമ്പരാഗത സംഗീതം, നൃത്തം, വിരുന്ന് എന്നിരിയാൽ സമ്പന്നമായ വിപുലമായ ആഘോഷങ്ങൾ അവർ സംഘടിപ്പിക്കുന്നു. ഈ വിവാഹമോചന പാർട്ടികൾ വിവാഹ ആഘോഷങ്ങൾ പോലെ തന്നെ ഗംഭീരമാണ്. സ്ത്രീകൾ മനോഹരമായി വസ്ത്രങ്ങൾ ധരിച്ച് കൈകളെയും മൈലാഞ്ചി കൊണ്ട് അലങ്കരിക്കും. സ്ത്രീ സ്വതന്ത്രയും പുനർവിവാഹത്തിന് ലഭ്യവുമാണെന്നതിൻ്റെ പരസ്യ പ്രഖ്യാപനമായി ഈ ആഘോഷം പ്രവർത്തിക്കും. ഇവിടത്തെ പുരുഷന്മാർ അവിവാഹിതരേക്കാൾ വിവാഹമോചിതരായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുമ്പോൾ കഥ കൂടുതൽ ആകർഷകമാകും. വിവാഹമോചിതരായ സ്ത്രീകൾ അവരുടെ മുൻ വിവാഹങ്ങളിൽ നിന്ന് വിലപ്പെട്ട ജീവിതാനുഭവവും ജ്ഞാനവും നേടിയിട്ടുണ്ടെന്ന് പ്രാദേശിക പുരുഷന്മാർ വിശ്വസിക്കുന്നു. അവർ കൂടുതൽ പക്വതയുള്ളവരായും ജീവിതത്തിലെ വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതിൽ മികച്ചവരായും വീടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ളവരായും കാണപ്പെടുന്നു. ഇതിന് വിപരീതമായി അവിവാഹിതരായ സ്ത്രീകളെ ചിലപ്പോൾ അനുഭവ പരിചയമില്ലാത്തവരും ഉയർന്ന സ്ത്രീധനം ആവശ്യപ്പെടുന്ന കുടുംബമുള്ളവരുമായി കാണുന്നു. ഇവിടെ ഒരു സ്ത്രീ അഭിമാനത്തോടെ പറയും, ഞാൻ 9 തവണ വിവാഹിതയായി എന്ന്. നമുക്ക് സങ്കല്പിക്കാനാകുമോ ഇത്? ഞാനിപ്പോൾ വിവാഹമോചിതയാണ്. വീണ്ടും ഇടനാഴിയിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് 1-ലധികം പങ്കാളികളിൽ നിന്ന് കുട്ടികളുണ്ട്. ഞാൻ ജീവിച്ച ജീവിതത്തെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. അവൾ എത്ര സുന്ദരിയും ആകർഷകവുമാണെന്ന് ഇത്തരം വാക്കുകൾ കാണിക്കുന്നു. ഇവിടെ സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിലുടനീളം 1-ലധികം തവണ വിവാഹം കഴിക്കാൻ കഴിയും. ഓരോ വിവാഹവും അവരുടെ സാമൂഹിക പദവി അഭിലാഷണീയതയും വർദ്ധിപ്പിക്കുന്നു. ഒരു സ്ത്രീ കൂടുതൽ തവണ വിവാഹിതയാവുകയും വിവാഹമോചനം നേടുകയും ചെയ്യുന്തോറും അവൾ കൂടുതൽ സുന്ദരിയും ജ്ഞാനിയുമായി കണക്കാക്കപ്പെടുന്നു. യഥാർത്ഥ വിവാഹമോചിതരായ സ്ത്രീകളുടെ വിപണി മൗറിറ്റാനിയയുടെ തലസ്ഥാന നഗരമായ നൗബ്ചോദിലെ ഒരിടമാണ്. ഇവിടെ വിവാഹമോചിതരായ 100 കണക്കിന് സ്ത്രീകൾ അവരുടെ മുൻ വിവാഹങ്ങളിൽ നിന്നുള്ള വീട്ടുപകരണങ്ങൾ, ഫർണിച്ചറുകൾ, വസ്തുക്കൾ എന്നിവ വിൽക്കാൻ ഒത്തുകൂടും. പുതുതായി ആരംഭിക്കുന്നതിൻ്റെയും ഭൂതകാലത്തെ ഉപേക്ഷിക്കുന്നതിൻ്റെയും ശക്തമായ പ്രതീകം കൂടിയാണ്. വിവാഹങ്ങൾ അവസാനിപ്പിച്ചതിന് ശേഷം 300-ലധികം സ്ത്രീകൾ ഈ വിപണിയിൽ ഉപജീവന മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. പരമ്പരാഗത വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ മുതൽ കൈകൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ വരെ അവർ ഇവിടെ വിൽക്കുന്നു.
സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുകയും സ്വയം പുതിയ ഭാവി കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായി മാർക്കറ്റ് മാറുന്നു. വിവാഹമോചനത്തോടുള്ള ഈ അസാധാരണ സമീപനം മൗറിറ്റാനിയയുടെ തനതായ സ്ത്രീ ആധിപത്യ പാരമ്പര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. അറബ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ചരിത്രപരമായി സ്ത്രീകൾക്ക് ഗണ്യമായ സ്വയംഭരണവും സ്വാതന്ത്ര്യവും നൽകിയിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഈ രാജ്യത്തിന്റെ സംസ്കാരം. മൗറിറ്റാനിയയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന പുരാതന സംഹാജ് ബർബർ, ഹിലാലിയൻ അറബ് ഗോത്രങ്ങളിൽ നിന്നാണ് ഈ പാരമ്പര്യങ്ങൾ വരുന്നത്. പരമ്പരാഗത മൗറിറ്റാനിയൻ സമൂഹത്തെ കുടുംബ പാരമ്പര്യവും സാമൂഹിക വർഗവും സംരക്ഷിക്കുന്നതിനായി സ്ത്രീകൾ പലപ്പോഴും അവരുടെ ബന്ധുക്കളെ വിവാഹം കഴിക്കാൻ നിർബന്ധിതരായിരുന്നു. വിവാഹമോചനത്തിന് ശേഷം പരിമിതമായ ഓപ്ഷനുകൾ ഉണ്ടായിരുന്നതിനാൽ വിവാഹമോചിതരായ സ്ത്രീകൾ അവരുടെ ഭൂതകാലത്താൽ ഭാരപ്പെടില്ലെന്ന് ഉറപ്പാക്കാൻ സംസ്കാരം ആഘോഷങ്ങൾ വികസിപ്പിച്ചെടുത്തു. കാലക്രമേണ ഇത് സ്വാതന്ത്ര്യത്തിൻ്റെയും പുതിയ അവസരങ്ങളുടെയും ശക്തമായ പ്രതീകമായി പരിണമിച്ചു. വിവാഹമോചന ആഘോഷങ്ങൾ ശാക്തീകരിക്കുന്നതായി തോന്നുമെങ്കിലും യാഥാർത്ഥ്യം കൂടുതൽ സങ്കീർണമാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിവാഹമോചന നിരക്കുകളിൽ ഒന്നാണ് മൗറിറ്റാനിയയിൽ. എല്ലാ വിവാഹങ്ങളുടെയും 1/3 വേർപിരിയലിൽ അവസാനിക്കുന്നു. അതിലും ആശങ്കാജനകമായി 60% വിവാഹമോചനങ്ങളിലും 5 വർഷമോ അതിൽ കൂടുതലുമുള്ള വേർപിരിയലുകൾ ഉൾപ്പെടുന്നു. ഇത് സ്ത്രീക്ക് വേഗത്തിൽ പുനർവിവാഹം ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. 2018 സർക്കാർ സ്ഥിതിവിവര കണക്കുകൾ കാണിക്കുന്നത് വിവാഹമോചിതരായ സ്ത്രീകളിൽ 74% പേരും പുനർവിവാഹം ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രക്രിയ എല്ലായ്പ്പോഴും സുഗമമല്ല. വിവാഹമോചിതരായ നിരവധി അമ്മമാർ തങ്ങളുടെ കുട്ടികളെ പോറ്റാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു. സ്ത്രീകൾ നയിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം ബാധിക്കുന്നത് മൗറിറ്റാനിയയിലെ വിവാഹമോചിതരും വിധവകളുമായ സ്ത്രീകളുടെ ഉയർന്ന നിരക്കുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൗറിറ്റാനിയയുടെ വിവാഹമോചന സമ്പ്രദായം ഇസ്ലാമിക നിയമത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഗുൽ എന്ന വ്യവസ്ഥ ഉൾപ്പെടുന്നു. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപരിഹാരം നൽകി വിവാഹമോചനം തേടാൻ അനുവദിക്കുന്ന ഒരു നിയമമാണ് ഇത്. ചുരുക്കി പറഞ്ഞാൽ വധുവിന്റെ വില തിരികെ നൽകി. അസന്തുഷ്ടമായ വിവാഹങ്ങൾ അവസാനിപ്പിക്കാൻ ഈ നിയമ ചട്ടക്കൂട് സ്ത്രീകൾക്ക് ഗണ്യമായ ശക്തി നൽകുന്നു. എന്നിരുന്നാലും വിവാഹമോചിതരായ പുരുഷന്മാരുടെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. പുനർവിവാഹം കഴിക്കുന്നതിൽ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു, പ്രത്യേകിച്ചും അവർ സാമ്പത്തികമായി സമ്പന്നരല്ലെങ്കിൽ. വിവാഹമോചിതരാണെങ്കിലും മൗറിറ്റാനിയയിലെ സ്ത്രീകൾ അവിവാഹിതരായ പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത്. ഒന്നിലധികം വിവാഹങ്ങൾ പരാജയപ്പെട്ട പുരുഷന്മാർക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ഭാര്യമാർക്ക് വേണ്ടി പോരാടാനോ കഴിയില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. വിവാഹങ്ങൾ അവസാനിക്കുമ്പോൾ കുട്ടികളുടെ സംരക്ഷണം സാധാരണയായി അമ്മമാരുടെ കൈകളിലാണ്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക്. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് ഇത് ഗുണകരമാണെന്ന് തോന്നുമെങ്കിലും യാഥാർത്ഥ്യം വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. വിവാഹമോചിതരായ പല അമ്മമാരും ദാരിദ്ര്യവുമായി പൊരുതുന്നു. കാരണം 1996-നും 2000-നും ഇടയിൽ സ്ത്രീകൾ നയിക്കുന്ന കുടുംബങ്ങളിൽ ദാരിദ്ര്യത്തിൻ്റെ നിരക്ക് 40.5% നിന്ന് 45.6% വർദ്ധിച്ചു. ഉയർന്ന വിവാഹമോചന നിരക്ക് കുട്ടികളെയും ഗണ്യമായി ബാധിക്കുന്നു. മൗറിറ്റാനിയയിലെ മിക്ക തെരുവു കുട്ടികളും വിവാഹമോചിത കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. വിവാഹമോചനം വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്നത് വിവാഹബന്ധം എളുപ്പമാക്കുകയും കുടുംബസ്ഥിരതയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുമെന്ന് ചില വിമർശകർ വാദിക്കുന്നു.
വിവാഹമോചിതരായ സ്ത്രീ വിപണി ശാക്തീകരണത്തെയും സാമ്പത്തിക ആവശ്യകതയെയും പ്രതിനിധീകരിക്കുന്നു. സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു മാർഗം ഇത് നൽകുമെന്നെങ്കിലും അവരുടെ സാമ്പത്തിക ദുർബലത ഇതെടുത്തു കാണിക്കുന്നു. വിവാഹമോചനത്തിന് ശേഷം അതിജീവിക്കാൻ നിരവധി സ്ത്രീകൾ അനൗപചാരിക മേഖലാ ജോലികളിലേക്കും സൂക്ഷ്മ സംരംഭങ്ങളിലേക്കും ചെറുകിട വ്യാപാരത്തിലേക്കും തിരിയുന്നു. വിവാഹമോചിതരായ സ്ത്രീകളെ മൈക്രോ ഫിനാൻസ് പ്രോഗ്രാമുകളിലൂടെ വിവിധ സംഘടനകൾ ഇപ്പോൾ പിന്തുണയ്ക്കുന്നുണ്ട്. എയ്ഡ് ഫോർ ഹെർ പദ്ധതി വിവാഹമോചിതരായ സ്ത്രീകൾക്കും വിധവകൾക്കും അവിവാഹിതരായ അമ്മമാർക്കും പരമ്പരാഗത ഈട് ആവശ്യമില്ലാതെ പലിശരഹിത വായ്പകൾ നൽകുന്നു. വിവാഹമോചിതരായ സ്ത്രീകൾക്ക് അവരുടെ പുതുതായി കണ്ടെത്തിയ സ്വാതന്ത്ര്യത്തിൽ നിന്ന് യഥാർത്ഥ പ്രയോജനം ലഭിക്കുന്നതിന് സാമ്പത്തിക പിന്തുണ ആവശ്യമാണെന്ന് ഈ സംരംഭങ്ങൾ തിരിച്ചറിയുന്നു. മൗറിറ്റാനിയയിലെ വിവാഹമോചിതരായ വനിതാ വിപണി സങ്കീർണമായൊരു കഥ പറയുന്നു. ഒരു വശത്ത് വിവാഹമോചനത്തിന് സ്ത്രീകൾ ലജ്ജിക്കാത്തതും പുതിയ തുടക്കങ്ങൾ ആഘോഷിക്കാൻ കഴിയുന്നതുമായ ഒരു ശ്രദ്ധേയമായ സംസ്കാരത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു. വിവാഹമോചിതരായ സ്ത്രീകൾ അവിവാഹിതരെക്കാൾ വിലപ്പെട്ടവരാണെന്ന വസ്തുത പരമ്പരാഗത സമൂഹങ്ങളിലെ സ്ത്രീകളുടെ മൂല്യത്തെക്കുറിച്ചുള്ള സ്റ്റീരിയോടൈപ്പുകളെ വെല്ലുവിളിക്കുന്നു. മറുവശത്ത് ഉയർന്ന വിവാഹമോചന നിരക്ക് കുടുംബങ്ങൾക്കും കുട്ടികൾക്കും യഥാർത്ഥ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. സ്ത്രീകൾ സാമൂഹിക സ്വീകാര്യതയും പുതിയ വിവാഹ സാധ്യതയും നേടുമ്പോൾ അവർ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുട്ടികളെ മാത്രം വളർത്തേണ്ട ഉത്തരവാദിത്വവും നേരിടുന്നു. വിവാഹമോചനത്തോടുള്ള മൗറിറ്റാനിയയുടെ സമീപനം ലോകമെമ്പാടുമുള്ള സമൂഹങ്ങൾക്ക് പ്രധാനപ്പെട്ട പാഠങ്ങൾ നൽകുന്നു. വിവാഹമോചിതരായ സ്ത്രീകളെ അപമാനിക്കുന്നതിന് പകരം ഈ സംസ്കാരം അവരെ പിന്തുണയ്ക്കുകയും അവരുടെ ജീവിതം പുനർനിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വിവാഹമോചനത്തെ പരാജയമായിട്ടല്ല, പുതിയൊരു തുടക്കമായി ആഘോഷിക്കുന്നത് സ്ത്രീകളുടെ പ്രതിരോധ ശേഷിയെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള ഒരു നവോന്മേഷദായകമായ കാഴ്ചപ്പാട് നൽകുന്നു. എന്നിരുന്നാലും സാംസ്കാരിക ആചാരങ്ങൾക്ക് സങ്കീർണമായ പ്രത്യാഘാതങ്ങളുണ്ടെന്ന് കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ ശാക്തീകരണത്തിന് സാമൂഹിക സ്വീകാര്യത മാത്രമല്ല, കുടുംബ തകർച്ചയാൽ ബാധിക്കപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തിക പിന്തുണയും സംരക്ഷണവും ആവശ്യമാണ്. മൗറിറ്റാനിയയിലെ വിവാഹമോചിതരായ വനിതാ വിപണി വ്യത്യസ്ത സമൂഹങ്ങൾക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ എങ്ങനെ സമീപിക്കുമെന്നതിൻ്റെ ഒരു സവിശേഷ തെളിവായി നിലകൊള്ളുന്നു. ഈ മരുഭൂമി രാജ്യത്ത് വിവാഹമോചനം ഒരു അവസാനത്തെ അടയാളപ്പെടുത്തുന്നില്ല. സന്തോഷത്തിലേക്കും സംതൃപ്തിയിലേക്കുമുള്ള ഒരു സ്ത്രീയുടെ യാത്രയെ അത് ഒരു പുതിയ അധ്യായം ആഘോഷിക്കുന്നു.